മഹാനരായ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് പറയുന്നു, മനുഷ്യ നീ മനസ്സിലാക്കണേ, അന്നൽ ലയാലിയൽ മഖ്സൂസത ബിമസീദിൽ ഫദ്ലിൽ ലതി യതഅക്കദു ഫിഹാ ഇസ്തിഖ്ബാബുൽ ഇയാഇ ഫി സനതി 15 ലൈല. ഒരു വർഷത്തിൽ പ്രത്യേകമായ ചില രാവുകളുണ്ട്. ആ രാവുകളിൽ പടച്ച റബ്ബിന്റെ ഔദാര്യത്തിന്റെ ഒഴുക്ക് നടക്കുന്ന രാവുകളാണ്. യജമാനനായ പടച്ച റബ്ബിന്റെ ഔദാര്യങ്ങളുടെ പ്രവാഹമുണ്ടാകുന്ന രാവുകളാണ്. അതുകൊണ്ട് തന്നെ അല്ലതീ യതഅക്കദു ഫിഹാ ഇസ്തിഹ്ബാബുൽ ഇഹ്യാ, ആ രാവുകളിൽ നീ ഉടയവനെയും പ്രതീക്ഷിച്ചു നിൽക്കുക എന്നുള്ളത് നിനക്ക് അത്യാവശ്യമാണ്. റബ്ബിന്റെ റഹ്മത്തിന്റെ പ്രവാഹമുണ്ടാകുന്ന രാവുകളിൽ നിന്റെ യജമാനന്റെ ഔദാര്യവും പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുക എന്നുള്ളത് നിനക്ക് അനിവാര്യമാണ്. എത്ര ദിവസങ്ങളാണ് ഒരു വർഷത്തിലുള്ളത്? 15 ലൈല, 15 രാവുകളാണ്. ലാ യംബഗി അൻ യഗ്ഫുലൽ മുരീദു അൻഹാ, പടച്ച റബ്ബിനെ പ്രാപിക്കണമെന്ന് കരുതുന്നവരാണ് മുരീദ് എന്ന് പറയുന്നത്. ആരാ മുരീദ് എന്ന് പറയുന്നത്? എനിക്ക് എന്റെ റബ്ബിനെ ഒന്ന് പ്രാപിക്കണം, എന്റെ റബ്ബിനെ എനിക്ക് കാണണം, എന്റെ റബ്ബിനുള്ള ലയനമുണ്ടാവണം, ആ റബ്ബിന്റെ ലിഖാ എനിക്ക് സാധ്യമാവണം. അത് വല്ലാത്ത ഒരു ലഹരിയാണ്, അത് വല്ലാത്ത ഒരു ലഹരിയാണ്. എല്ലാവർക്കും ആ ലഹരി വന്നുകൊള്ളണമെന്നില്ല, ആ ലഹരി എല്ലാവർക്കും കിട്ടണമെന്നില്ല. എന്റെ റബ്ബിനെ പ്രാപിക്കണം, എന്റെ റബ്ബിലുള്ള ലയനമുണ്ടാവണം. സുബ്ഹാനല്ലാഹ്. ആ ഒരു മാനസിക തലത്തിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ എത്തുന്നത് തന്നെ അതുതന്നെ വല്ലാത്ത ലഹരിയാണ്. എന്റെ റബ്ബിനെ എനിക്ക് കാണണമെന്നുള്ള ഉൽക്കടമായ ആഗ്രഹം മനസ്സിലുണ്ടാകുന്നത് തന്നെ വല്ലാത്ത ലഹരിയാണ്. ആ ചിന്തക്കു തന്നെ വല്ലാത്ത മധുരമാണ്, ആ ആലോചനക്ക് തന്നെ വല്ലാത്ത ഒരു ടേസ്റ്റാണ്. എന്റെ റബ്ബിനെ എനിക്ക് കാണണം, എന്റെ റബ്ബിന്റെ മുഖദ്ദസായ ദാത്തിൽ ഒരു ലയനമുണ്ടാവണം. അത് വല്ലാത്ത ഒരു ചിന്തയാണ്. ആ ചിന്തക്ക് തന്നെ വല്ലാത്ത ഒരു മധുരമാണ്. മറ്റുള്ളതിനെ കാണുന്നത് പോലെയല്ല, വേറെയുള്ള പടച്ച റബ്ബിന്റെ മറ്റു പടപ്പുകളെയൊക്കെ ആസ്വദിക്കുന്നത് പോലെയല്ല. എന്റെ റബ്ബിന്റെ ലയനത്തിലേക്ക് എനിക്ക് കടന്നു കയറണമെന്നുള്ള ചിന്ത, അവരാണ് മുരീദുമാര്, അവരാണ് മുരീദുമാര്. അതാ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി എത്ര വലിയ ശുഷ്കാന്തിയോടുകൂടെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അതെ, ലാ യംബഗി അൻ യഗ്ഫുലൽ മുരീദു അൻഹാ, അൽ മുരീദു അൻഹാ, അൽ മുരീദ് പടച്ച റബ്ബിനെ കാണണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകള് ഈ പവിത്രമായ 15 രാവുകളെ മാറ്റിവെക്കുന്നതല്ല. ശ്രേഷ്ഠരാവുകൾ, റബ്ബിന്റെ ഔദാര്യങ്ങളുടെ പ്രവാഹ രാവുകളെ, റബ്ബിന്റെ ലിഖാഇനെ ഉദ്ദേശിക്കുന്ന ആളുകൾ അതിനെ തൊട്ട് അശ്രദ്ധമാവുകയില്ല. ഗസാലി തങ്ങൾ പറഞ്ഞത് അതന്നെയല്ല നമ്മൾ കാണുന്നത്. നല്ല നല്ല ആളുകൾ അവര് നല്ല നല്ല രാവുകളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. നല്ല നല്ല രാവുകളെ മാക്സിമം ഉപയോഗപ്പെടുത്തും. അല്ലാത്ത ആളുകൾ ആ മാസം ഏതാ, ആ ദിവസം ഏതാ അവർക്ക് അറിയുന്നുണ്ടാവില്ല, അവർക്കത് അറിയുക പോലും ഉണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ മുഖദ്ദസായ ദാത്ത് കാണാനുള്ള ഭാഗ്യം പടച്ച റബ്ബ് നമുക്കൊക്കെയും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമുക്കൊക്കെയും അതിനുള്ള സൗഭാഗ്യത്തെ തരട്ടെ. അള്ളാഹുവിനെ കാണുക, അവന്റെ മുഖദ്ദസായ ദാത്തിലുള്ള ലയനമുണ്ടാകുക. ആ മുരീദുമാരായ ആളുകൾക്ക് ഈ പവിത്രമായ രാവുകളെ ഒഴിവാക്കാൻ കഴിയില്ല, അതിനെ തൊട്ട് അശ്രദ്ധമാവാൻ കഴിയില്ല. കാരണം എന്തേ? മവാസിമുൽ ഖൈറാത്തുകളുടെ സീസണാണത്.
മവാസിം, മൗസിം, സീസൺ, സമയമാണ്. എന്തിന്റെ? ഖൈറാത്തുകളുടെ, അള്ളാഹുവിൽ നിന്ന് അടിയാന്മാരിലേക്ക് ഖൈറുകളുടെ, ഫുയൂവാത്തുകളുടെ, അവന്റെ ഔദാര്യത്തിന്റെ പ്രവാഹ സമയങ്ങളാണത്. ആ സമയത്തിൽ എങ്ങനെ റബ്ബിനെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന ഒരു മുരീദിന് മാറി നിൽക്കാനൊക്കുക? എങ്ങനെ മാറി നിൽക്കാനൊക്കും? ശ്രേഷ്ഠരാവുകളെ തൊട്ട് അശ്രദ്ധവാനായി ഒരു മുരീദ് ലം യൻജഹ്, അവന് രക്ഷപ്പെടാൻ കഴിയില്ല. അവന്റെ രക്ഷ എന്ന് പറയുന്നത് സ്വർഗത്തിലെത്തലല്ല. മുരീദിന്റെ രക്ഷ സ്വർഗം എത്തലല്ല. മുരീദിന്റെ ഏറ്റവും വലിയ അഭിലാഷം റബ്ബിനെ പ്രാപിക്കലാണ്. അത് സ്വർഗത്തിന്റെയോ അപ്പുറത്താണ്. അത് സ്വർഗത്തിന്റെയോ അപ്പുറത്താകുമ്പോ അത് സ്വർഗത്തെക്കാളേറെ വലുതാണ്. സ്വർഗത്തിന്റെ അപ്പുറത്ത് അതന്നെ ഇപ്പൊ കിട്ടിയാ മതി. അവിടെയല്ല, അത് അതിന്റെയോ അപ്പുറത്താണ്. അത് അതിന്റെയോ അപ്പുറത്താണ്. അപ്പൊ അത് സ്വർഗത്തെക്കാളേറെ വലിയ ആനന്ദമാണ്, സ്വർഗത്തെക്കാളേറെ വലിയ സുഖമാണ്, സന്തോഷമാണ്, അനിർവചനീയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ശ്രേഷ്ഠമായ ഔഖാത്തുകളെ തൊട്ട് അള്ളാഹുവിനെ പ്രാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാള് അശ്രദ്ധവാനായാൽ അവന് രക്ഷയില്ല. ആ റബ്ബിനെ പ്രാപിക്കാൻ അവന് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഗസാലി തങ്ങൾ പറയാണ്, ആ 15 രാവുകൾ ഏതാണ്? റമദാൻ മാസത്തിലാണ്. അതിൽ തന്നെ 5 രാവ് റമദാനിലെ അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളാണ്. റമദാനിലെ അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളാണ്. അല്ലേ? 21, 23, 25, 27, 29. പിന്നെ ആറാമത്തേത് റമദാനിലെ 17-ാം രാവാണ്. റമദാനിലെ 17-ാം രാവ്. 17-ാം രാവിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. ഒരു പ്രത്യേകത, ബദർ യുദ്ധം നടന്നത് അല്ലെ റമദാൻ 17. അതേ പ്രകാരം ഒരുപാട് മഹാന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഈ ലൈലത്തുൽ ഖദ്രി, റമദാൻ 17-ന് ലൈലത്തുൽ ഖദ്റിന് സാധ്യതയുള്ള ദിവസമാണ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ 6 ഇനിയുള്ള 9 ദിവസമോ? ഇനിയുള്ള 9 ദിവസം മുഹറമിൽ നിന്നുള്ള ആദ്യത്തെ രാവാണ്. ആശൂറാഇന്റെ രാവാണ്. ആശൂറാഇന്റെ രാവ്, മുഹറം ആദ്യത്തെ രാവും ആശൂറാഇന്റെ രാവ് എന്ന് പറഞ്ഞാൽ മുഹറം 10-ന്റെ രാവ്. അതാണ് റജബ്, റജബിലെ ആദ്യത്തെ രാവ്. അതേ പ്രകാരം റജബ് 15-ന്റെ രാവ്. ഗസാലി തങ്ങൾ ഇതും ഇവിടെ എണ്ണുന്നുണ്ട്. അത് നമ്മളുടെ ഇടയിൽ വല്ലാതെ വന്നിട്ടില്ല അല്ലെ? റജബ് 15 ഇല്ല. റജബ് 15-ന്റെ രാവ് ഗസാലി തങ്ങൾ ഇവിടെ എണ്ണുന്നുണ്ട്. റജബ് 27 അതുണ്ട്. അതെന്തേ സംഭവം? മെഹറാജിന്റെ രാവ്. ഷഅബാൻ 15-ന്റെ രാവ്. അതെന്തേ? ബറാത്തിന്റെ രാവ്. അറഫയുടെ രാവ്. അപ്പോ അറഫാന്റെ രാവും പെരുന്നാളിന്റെ 2 രാവും, ചെറിയനാളിന്റെ രാവും വലിയനാളിന്റെ രാവും. ഇപ്പൊ 15 ദിവസമായി. ഇത് മുഅ്മിനീങ്ങളുടെ സ്വർഗം വാങ്ങുന്ന റബ്ബിനെ സ്വീകരിക്കാൻ, റബ്ബിനെ കാണാനും മുഅ്മിനീങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന രാവുകളാണ്. ഈ രാവുകൾ ഉപയോഗപ്പെടുത്തൽ ആരാണ്? അല്ലാഹുവിന്റെ ഇഷ്ടം സമ്പാദിച്ച ആളുകളാണ്. ഫസഈദു, വിജയിച്ച ആളുകൾ, മൻ വഫഖഹു അല്ലാഹു തആല ലിതഅത്തി ഫി ഹാദിഹിൽ മവാസിമി, ഈ പറയപ്പെട്ട ഇതുപോലെയുള്ള സീസൺ സമയങ്ങളെ
ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ആളുകൾ അവർ വിജയിച്ച ആളുകളാണ്. വശഖിയ്യു മൻ അദ്റകഹാ വഹുവ മുസിറുൻ അലൽ ഗഫലത്തി വൽ നിസ്യാൻ. അതേസമയം പരാജയപ്പെട്ട ആള് എന്ന് പറയുന്നത് മൻ ഒരുത്തരാണ് അദ്റകഹാ, അവർക്ക് മുഹറം ആശൂറായെത്തി, അതേപ്രകാരം മുഹറം 9 എത്തി, അറഫാന്റെ രാവെത്തി, ഇങ്ങനെ മുബാറക്കായ രാവുകൾ ഒന്നൊന്നായി അതിന്റെ സമയങ്ങളിലെത്തി. പക്ഷേ വഹുവ മുസിറുൻ അലൽ ഗഫലത്തി വൽ നിസ്യാൻ, അവൻ അപ്പോഴും ഗഫലത്തിലാണ്, അശ്രദ്ധയിലാണ്. അതേപ്രകാരം തന്നെ വൽ നിസ്യാൻ, ദോഷങ്ങളിലാണ്. ഇവരാരാണ്? ഇവർ ശഖിയാണ്. ശഖി എന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ടവരാണ്.